സ്റ്റോറിൽ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള അല്ലെങ്കിൽ 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എയർപോർട്സ് പ്രോ ജനറേഷൻ 2 മാസ്റ്റർ കോപ്പി ഉണ്ട്. അപ്പോൾ എന്താണ് മാസ്റ്റർ കോപ്പി? ഈ ഒറിജിനലും നമ്മുടെ കോപ്പിയും കൂടെ എടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏതാണ് ഒറിജിനൽ അല്ലെങ്കിൽ ഏതാണ് കോപ്പി എന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം നമ്മുടെ സ്റ്റോറിൽ ആക്ച്വലി ഈ ഒരു മാസ്റ്റർ കോപ്പി മാത്രമല്ല 7A ക്വാളിറ്റി ഉണ്ട്, അതായത് നോർമൽ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഈ മൂന്നെണ്ണം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിൽ ഓൾമോസ്റ്റ് ലൈക്ക് അല്ലെങ്കിൽ 1:1 റേഷ്യോയിൽ നിൽക്കുന്നത്, ഒറിജിനലുമായിട്ട് 1:1 റേഷ്യോയിൽ നിൽക്കുന്നത് ഈ ഒരു എയർപോർട്സ് പ്രോ ജനറേഷൻ 2 മാസ്റ്റർ കോപ്പി അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. 1799 രൂപയ്ക്കാണ് നമ്മുടെ സ്റ്റോറിൽ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ സെയിലാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആ ഒരു ഓഫർ സെയിലിൽ തന്നെ തരും, അത് ഉറപ്പാണ്. ഞാൻ അവിടെ റേറ്റ് 1799 പറയുന്നെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഈ ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടാൽ കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും അപ്പോൾ ആ റേറ്റിന് ഇപ്പോൾ എത്ര രൂപയാണോ ആ ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു റേറ്റൊക്കെ ഫിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 3 വർഷമായിട്ട് ഞാൻ ഇയർബഡുകൾ ഇങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരാൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാൽ അത് സാറ്റിസ്ഫൈഡ് ആകും എന്നുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്സ് പ്രോ ജനറേഷൻ 2 എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ലിഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പോപ്പപ്പ് ആയി വരും. അതിപ്പോൾ നമ്മൾ പെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഐഫോൺ അല്ലെങ്കിൽ ഐപാഡ് അല്ലെങ്കിൽ മാക്ബുക്ക് ഒക്കെ ഇരിക്കുന്നെങ്കിൽ വിൻഡോ പോപ്പപ്പ് ആയി വന്നിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുമെന്ന് പറയും. നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് കേസിന്റെ ബാറ്ററി പെർസെൻറ്റേജ് അതുപോലെ തന്നെ ഇയർബഡിന്റെ ബാറ്ററി പെർസെൻറ്റേജ് സഹിതം അവിടെ കാണിക്കും. അതേപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ടത് ഇതിനകത്ത് വയർലെസ് ചാർജിങ് ഉണ്ട്. അതായത് നമുക്ക് മാക്സ് സേഫിലേക്ക് വെച്ചാലും ഇതിനകത്തല്ല വയർലെസ് ചാർജിങ് ഉള്ള പവർ ബാങ്കുകൾ ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് വയർ ഇല്ലാണ്ട് തന്നെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലൈറ്റ്നിങ് കേബിൾ ആണ്. ഇപ്പോൾ പിന്നെ പുതുതായിട്ട് ഇറങ്ങുന്ന ടൈപ്പ് സി എന്തോ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിലുള്ള മാസ്റ്റർ കോപ്പിയിൽ ഈ ഒരു ലൈറ്റ്നിങ് കേബിൾ ആണ് വരുന്നത്. കൂടാതെ റീസെറ്റ് ബട്ടൺ കാണാം. അവിടെ പിറകിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ, അസംബിൾഡ് ഇൻ US എന്നൊക്കെ പറഞ്ഞിട്ട്. കൂടാതെ സ്പീക്കർ ഗ്രിൽസ് കാണാം. കൂടാതെ അതേപോലെ തന്നെ ഈ ഒരു ഹുക്ക് ഉണ്ടല്ലോ നമ്മുടെ എയർപോർട്സ് പ്രോ ജനറേഷൻ 2 അത് സഹിതം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഇയർബഡുകൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സെറ്റിംഗ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ കണ്ടോ നമ്മുടെ എത്താണ്ടോ ഇയർബഡുകൾക്ക് 100%, അതുപോലെ തന്നെ കേസിന് 37% ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. കൂടാതെ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എയർപോർട്സ് ദീപക്സ് എയർപോർട്സ് പ്രോ എന്നാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു നെയിം ചേഞ്ച് ചെയ്യാം. പിന്നെ ANC വർക്കിംഗ് അല്ല കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ ബട്ടൺ അങ്ങോട്ട് ഞെക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഒരു സൗണ്ട് കേൾക്കും. പക്ഷേ ANC 100% വർക്കിംഗ് അല്ല. കൂടാതെ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് എയർപോർട്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ എയർപോർട്ടിനെ പ്രസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും അതിൽ നോയ്സ് കൺട്രോൾ വേണോ അതായത് സിറി വേണോ ഏത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഇയർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെവിയിൽ നിന്ന് ദൂരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി പോസ് ആവും പാട്ട്, എന്നാൽ ചെവിയിലേക്ക് വെക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പ്ലേ ആവും. നമ്മുടെ ഇൻ ഇയർ ഡിറ്റക്ഷൻ അത് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ സ്പേഷ്യൽ ഓഡിയോ സൗണ്ട് എഫക്റ്റ് ഉണ്ട്. എന്താണ് സ്പേഷ്യൽ ഓഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സറൗണ്ടിങ് അത് ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ഓണാക്കി കഴിഞ്ഞാലും രണ്ട് രീതിയിലുള്ള ഓപ്ഷൻസ് EQ മോഡ്സ് കാണാം. അതിൽ ഒരെണ്ണം ഓൺ ആക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി പാട്ട് കേൾക്കുന്ന ഒരു ഫീലൊക്കെ കിട്ടും കേട്ടോ. കൂടാതെ നമുക്ക് മൈക്രോഫോൺ ഇപ്പോൾ ഒരെണ്ണത്തിലേക്ക് ചിലരെ കണ്ടില്ലേ ഒരെണ്ണം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, അപ്പോൾ അതിലേക്ക് മാത്രം ആ ഒരു മൈക്കിന്റെ സംഭവം കൊണ്ടുവരുന്ന സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ ഒപ്റ്റിമൈസ്ഡ് ബാറ്ററി ചാർജിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഷോ ഇൻ ഫൈൻ മൈ ഇയർബഡ് ഉണ്ട്. അതായത് നമ്മുടെ ഇയർബഡ് കളഞ്ഞു പോയെന്ന് വെച്ചോ, കളഞ്ഞു പോയെങ്കിൽ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് ആരെങ്കിലും ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ഈവൻ മെയിൽ വരും കേട്ടോ, നമ്മുടെ സാധനം ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഓപ്പൺ ആയി എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയാണ് സാധനം മിസ്സായെന്നുള്ളത്. കൂടാതെ ഇയർ ടിപ്പ് ഫിറ്റ് ടെസ്റ്റ് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം 30/3/2024 വരെ വാറണ്ടി ഉണ്ടെന്ന് പോലും ഈ ഒരു മാസ്റ്റർ കോപ്പിയിൽ കാണിക്കും. നോർമലി ഞാൻ പറഞ്ഞു നമ്മുടെ 7A അതിനകത്ത് ആക്ച്വലി സീരിയൽ നമ്പർ നിങ്ങളുടെ വാറണ്ടി എക്സ്പേർഡ് ആയെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഇനിയും ഉണ്ടെന്ന് കാണിക്കും. അതായത് ഒരു കൂട്ടുകാരൻ്റെ മുന്നിൽ ഇത് കൊണ്ട് പോകുമ്പോഴത്തേക്ക് അവൻ ഇത് നീ വെച്ചേക്കുന്നത് കോപ്പി അല്ലേ എന്ന് പറഞ്ഞാൽ പോലും അല്ലടേ സാധനം കണ്ട നമുക്ക് വാറണ്ടി സഹിതം ഉണ്ട്. ആപ്പിൾ ഒഫീഷ്യലി അവർ തന്നെ പറയുന്നുണ്ട് വാറണ്ടി സഹിതം ഉണ്ടെന്ന് പോലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അമ്മാതിരി ആ ഒരു ക്വാളിറ്റിയിലാണ് ഈ ഒരു മാസ്റ്റർ കോപ്പി നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ബേസിക് ടച്ച് കൺട്രോൾസ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് വോളിയം അപ്പ്, ഇപ്പോൾ താഴേക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം ഡൗൺ ആവും, മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് വോളിയം അപ്പ് ആവും. പിന്നെ മറ്റുള്ള എന്താ പറയുക പോസ് പ്ലേ നമുക്ക് ക്യാപ്ചർ ചെയ്യാം, വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്യാം, വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ വേറെയും കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട്. പിന്നെ ഇതൊന്നും കൂടുതൽ അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, കാരണം വെച്ചാൽ എയർപോർട്സ് പ്രോ ജനറേഷൻ 2 ആ ഒരു ക്വാളിറ്റി എന്താണോ അത് തന്നെയാണല്ലോ ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ആ ഒരു കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്നില്ല. പക്ഷേ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് മൈക്ക് ക്വാളിറ്റി. എന്തായാലും മൈക്ക് ക്വാളിറ്റി ആവറേജ് ആണ്, നിങ്ങൾ കേട്ടിട്ട് വരും. എന്നാൽ ഇപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എയർപോർട്സ് പ്രോ ജനറേഷൻ 2 ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോള്. ഞാൻ ആക്ച്വലി നോർമലാണ് സംസാരിക്കുന്നത്. അപ്പൊ നോർമലി നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും അവർക്ക് കേൾക്കുക.
എന്നാൽ നമ്മൾ കുറച്ച് ഉറക്കൊക്കെ സംസാരിക്കുവാണെങ്കിൽ നല്ല ലൗഡായിട്ട് സംസാരിക്കുവാണെങ്കിൽ ഇത് ഇതുപോലെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. എന്തായാലും ഞാനിപ്പോ ഒരു മൊബൈലിൽ നിന്ന് മറ്റൊരു മൊബൈലിലേക്ക് വിളിച്ചിട്ട് ആ ഒരു കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഇതേ പക്ക ഔട്ട്പുട്ട് തന്നെയായിരിക്കും നിങ്ങൾക്കും ലഭ്യമാകുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മൈക്ക് ക്വാളിറ്റി? ഞാൻ പറഞ്ഞല്ലോ ആവറേജ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളൊരു കോളിംഗ് പർപ്പസിന് വേണ്ടി വാങ്ങിക്കരുത്. എന്നാൽ ഇത് ആര് വാങ്ങിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴാണ് 100% ബേസ് ലവർ ആണ് നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബേസ് ബൂസ്റ്റ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിച്ചോളൂ. അമ്മാതിരി ബേസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. തലമണ്ടയൊക്കെ അടിച്ച് പൊളിക്കുന്ന ഒരു ഫീലില്ലേ, അത് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിന്ന് കിട്ടും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഒരു 60-70% ആക്ച്വലി മാക്സിമം നമ്മൾ ഇട്ടാൽ മതി. നല്ല ക്വാളിറ്റിയാണ്, നല്ല ബേസ് ആണ്. ഇതിനകത്ത് ഉറപ്പായിട്ട് 100% ഇടാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി ഒരു എനിക്ക് തന്നെ പല പ്രാവശ്യവും അരോചകത്വം തോന്നിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ, അപ്പൊ അങ്ങനെ ഇടുമ്പോഴത്തേക്ക് അമ്മാതിരി ഒരു ചെവി അടിച്ചു പോകുന്ന ഒരു ഔട്ട്പുട്ടാണ്. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മേടിക്കുന്നവരെ 100% വോളിയത്തിൽ നിങ്ങൾ പാട്ട് കേൾക്കാൻ ശ്രമിക്കരുത്. ഒരു 60 to 70 മാക്സിമം, അതിൽ കൂടുതൽ വേണ്ട. 8 hours ആണ് പിന്നെ കമ്പനി പറയുന്ന ആ ഒരു സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത്. അതേപോലെ നമുക്കൊരു 2 to 3 times ഉറപ്പായിട്ടും ഈ ഒരു കേസിൽ 100% ഇയർബഡുകളിൽ ചാർജ് ചെയ്യാം. അതിലൊന്നും വേറെ ഒരു സംശയമില്ല കേട്ടോ. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു കേസിൽ നിന്നും എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇത്രയാണ് എന്തായാലും എടുത്ത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ സെറ്റ് പ്രൂഫ് ആണെന്നും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നമ്മുടെ സ്റ്റോറിൽ നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും അത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടുക. കാരണം മറ്റുള്ളവർക്കും വാങ്ങിക്കാനായിട്ട് ഇരിക്കുന്നവർക്കും അതൊരു യൂസ്ഫുൾ ആവും. വേറെ ഒന്നുമല്ല, കുറേ കൂട്ടുകാർ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തു തന്നെ. കാരണം കുറേ കൂട്ടുകാർക്ക് എൻ്റെ റിവ്യൂ കണ്ടിട്ട് മാത്രം വാങ്ങിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ചിലർക്ക് പിന്നെ കുഴപ്പമുണ്ടാവത്തില്ല, ഞാനിങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് ചെയ്താൽ മതിയായിരിക്കും, അടിപൊളിയാണ് അല്ലെങ്കിൽ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനെ വാങ്ങിക്കും. പക്ഷേ ചിലർക്ക് ഉറപ്പാണ് സാധനം കണ്ടു കഴിഞ്ഞാൽ, അതായത് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്തത്. സോ ഇത്രയേ ഉള്ളൂ എന്തായാലും പറയാനായിട്ട്. ബേസിക് ആയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും സ്പെക് വൈസ് മാസ്റ്റർ കോപ്പി ആയതുകൊണ്ട് തന്നെ എയർപോർട്സ് പ്രോ ജനറേഷൻ 2 എന്താണോ അത് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ തന്നെ എല്ലാം തന്നെ നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. ഈവൻ നമ്മുടെ ആ ഒരു ബോക്സ് കീറുന്നത് പോലും സാധ്യത അതേപോലത്തെ അമ്മാതിരി ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കീറാൻ പറ്റും. രണ്ടാമത്തെ പ്രാവശ്യം, അതായത് മുകളിലത്തെ ഞാൻ കീറിയിട്ട് രണ്ടാമത്തെ കീറിയപ്പോഴേ മാറിപ്പോയി ആ ഒരു പൊസിഷൻ. അതുകൊണ്ടായിരുന്നു ചെറിയൊരു പാഴ്ച പറ്റിയത്. പക്ഷേ അത് നമ്മൾ കറക്റ്റ് ആയിരുന്നെങ്കിൽ ആ ഒരു കീറുന്ന പോലെ നല്ല സ്മൂത്ത് ആയിട്ട് കീറാൻ പറ്റും. എന്താണോ ഒറിജിനൽ, അപ്പോൾ അമ്മാതിരി ആ ഒരു ഒറിജിനൽ രീതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സ്റ്റോറിൽ ഇപ്പം ഞാൻ ഈ ചെയ്ത അല്ലെങ്കിൽ റിവ്യൂ ചെയ്ത പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഗിവ് അവേ കൊടുക്കാൻ തീരുമാനിച്ചേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാനലും അതേപോലെ തന്നെ ദീപ് സ്റ്റോണിന്റെ ചാനലും കൂടാതെ ഇൻസ്റ്റയിലുള്ള നമ്മുടെ ഒഫീഷ്യൽ അക്കൗണ്ടും കൂടാതെ ദീപ് സ്റ്റോണിന്റെ അക്കൗണ്ടും അങ്ങോട്ട് ഫോളോ ചെയ്യണേ. 4 എണ്ണത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടാതെ 5 ഫ്രണ്ട്സിന് വാട്സപ്പിലോ ഇനി അതല്ല എവിടെയാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ 5 ഫ്രണ്ട്സിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ ഈ ഒരു എയർപോർട്സ് പ്രോയുടെ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, 5 കാര്യങ്ങൾ മാത്രമാണ്. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ദീപ് സ്റ്റോറിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യണേ. കാരണം നമ്മൾ അറിയണമല്ലോ അതിനുശേഷം എത്ര പേരാണോ മെസ്സേജ് ചെയ്യുന്നത് അവരുടെ ആ ഒരു പേരുകൾ എടുത്തിട്ട്, നിങ്ങൾക്കറിയാലോ റീസെൻ്റ് ആയിട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഗിവ് അവേ, അതിലെങ്ങനെയാണോ ഞാൻ ഗിവ് അവേ വിന്നേഴ്സിനെ ചൂസ് ചെയ്ത് അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ ഞാൻ വിന്നേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എയർപോർട്സ് പ്രോ ജനറേഷൻ 2ന്റെ മാസ്റ്റർ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ നിങ്ങളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴത്തേക്ക് അമ്മാതിരി ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾ 100 അല്ല 200% സാറ്റിസ്ഫൈഡ് ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.